എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ടൊക്കെ പറഞ്ഞാൽ എന്താ ഈ നമുക്കൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ലീഡർഷിപ്പ് വളരെ പ്രധാനമാണ്. പിണറായി വിജയൻ എന്ന് പറയുന്നൊരു ലീഡർ, അദ്ദേഹമാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ ഇടതുപക്ഷത്തിനുണ്ടായിരുന്നത്. 2021 എന്തുകൊണ്ട് അദ്ദേഹം ജയിച്ചു എന്ന് ചോദിച്ചാൽ, ഒരു ലീഡർഷിപ്പ് ആവശ്യമുള്ള സമയത്ത് ഐ ആം ഹിയർ എന്ന് പറയാൻ സാധിച്ച മനുഷ്യരാണ് അദ്ദേഹം. പക്ഷെ അതിനുശേഷം സംഭവിച്ച കാര്യം നമുക്കറിയാം. വലിയൊരു ലീഡർഷിപ്പ് വാക്വം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതിൽ ഞാൻ കാണുന്നത് പിണറായി വിജയൻ ഓഫ് കോഴ്സ് അദ്ദേഹം രണ്ടാമത് മുഖ്യമന്ത്രി വരുന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അതിൽ ഘടകമായിട്ടുണ്ടാകാം. പിന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയിൽ അസാധാരണമായ സ്കില്ലുള്ള മനുഷ്യൻ അതിൽ പരാജയപ്പെടുന്ന പല സന്ദർഭങ്ങളുണ്ടാകുന്നു. അദ്ദേഹം നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ഹോം മിനിസ്ട്രി അത് ഏറ്റവും പഴികേട്ട, നിരന്തരം ദിനംദിനെ പഴികേൽക്കുന്ന ഒരു സംവിധാനമായി മാറുന്നു. പക്ഷേ അതിനൊക്കെ മേക്കപ്പ് ചെയ്യാൻ സാധിക്കുക പാർട്ടി സെക്രട്ടറിക്കാണ്. കേരളത്തിൽ പക്ഷേ ആ പാർട്ടിയെ നയിക്കാൻ വന്നിരുന്ന ആൾ അതൊരു ദുരന്തമായിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. അത് എല്ലാം ഉണ്ടായിട്ട് എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നാലോചിക്കുമ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 USP, വളരെ പ്രധാനപ്പെട്ട 2 സെല്ലിംഗ് പോയിൻ്റ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് പാർട്ടി സംഘടന തന്നെയാണ്. CPM എപ്പോഴും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന, ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏരിയ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പാർട്ടി സംഘടനയാണ്. ലോകത്തെന്ത് സംഭവിച്ചാലും പാർട്ടി സംഘടന ഇൻടാക്റ്റ്, ഒരു കുഴപ്പമില്ലാതെ നിലനിർത്തുക എന്നുള്ള കാര്യത്തിൽ അവർ അങ്ങേയറ്റം ശ്രദ്ധിക്കും. അതാണ് അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഏരിയ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ നോക്കൂ, ഒരു പക്ഷേ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് 1/2 ഡസൻ ഇടതുപക്ഷ MLA-മാർ അപ്പുറത്ത് പോയി മത്സരിച്ചൊരു തെരഞ്ഞെടുപ്പാണ്. ഇങ്ങനെ അനുഭവം മുമ്പുണ്ടായിട്ടില്ലെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. എൻ്റെ അടുത്ത് കൃത്യമായ കണക്കുകളിൽ എൻ്റെ ധാരണ അതാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ല. 1/2 ഡസൻ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച് വിജയിച്ച മന്ത്രിമാരായ ആളുകൾ ഉൾപ്പെടെ 1/2 ഡസൻ ആളുകൾ അപ്പുറത്ത് പോയി മത്സരിക്കുകയാണ്, CPM-നെതിരെ മത്സരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്? അത് പാർട്ടി സംഘടനയുടെ പരാജയമാണ്. അത് ഭരണത്തിൻ്റെ പരാജയമല്ല, പിണറായി വിജയൻ്റെ പരാജയമല്ല. അത് പാർട്ടി സംഘടനയുടെ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ പരാജയമാണ്. അതിൻ്റെ ആഘാതം നമ്മൾ കാണുന്നുണ്ടല്ലോ. പയ്യന്നൂരിൽ തോൽവി ഉണ്ടാകുന്നു. ഏത് ദുസ്വപ്നത്തിൽ പോലും ഒരു സഖാവ്, കേരളത്തിലൊരു കമ്മ്യൂണിസ്റ്റുകാരൻ പയ്യന്നൂരിൽ ഈ പാർട്ടി തോൽക്കുമെന്ന്, തളിപ്പറമ്പിൽ ഈ പാർട്ടി തോൽക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇടതുപക്ഷത്തിൻ്റെ CPM-ൻ്റെ USP എന്ന് പറയുന്നത് അവരുടെ മതനിരപേക്ഷ നിലപാടായിരുന്നു. നമുക്ക് കഴിഞ്ഞ 10 വർഷക്കാലമായി ആ പരിപാടി അവർ അവസാനിപ്പിച്ചു എന്ന് മാത്രമല്ല, അതിൻ്റെ നേർവിപരീത ദിശയിൽ വർഗീയതയെ പാർലമെൻ്ററി രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള ഒരു വെഹിക്കിളാക്കുക, അതിനു വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഒരു ടൂളാക്കുന്ന അങ്ങേയറ്റം ആഭാസകരമായ കാഴ്ച നമ്മൾ